അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് നമ്മുടെ തൊഴിലിടങ്ങളിലാണ്. നമുക്ക് എന്താണോ ജോലി, അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം സമയം നമ്മൾ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മടുപ്പില്ലാത്തതും ആസ്വാദകരവുമാവണമെങ്കിൽ ആ തൊഴിൽ ആസ്വാദകരമാവണം. പക്ഷെ പലരും തൊഴിൽ ചെയ്യുന്നത് മടിയോടുകൂടെയും അലസതയോടുകൂടെയും ആ തൊഴിലിനോട് യാതൊരു പ്രതിബദ്ധതയും താല്പര്യവും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഒന്ന്, ആ തൊഴിൽ നമുക്ക് ഏറ്റവും അധികം പ്രയാസകരമായി അനുഭവപ്പെടും. നമുക്ക് ആ തൊഴിലിന് പോവുക, അവിടെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞത് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ആ തൊഴിൽ നമ്മൾ ഇൻട്രസ്റ്റോടു കൂടെ ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിനൊരു ഫലമുണ്ടാവില്ല, അതിൻ്റെ ശരിയായ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ ഏറ്റവും വലിയ രണ്ട് നഷ്ടങ്ങൾ അതിനുണ്ട്. നമ്മൾ പൊതുവെ ഇന്ന് കാണുന്ന ഒരു ഒരു സ്വഭാവമാണത്. ഈ തൊഴിലിടങ്ങളിൽ താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായി കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ അയാൾക്ക് ക്ലാസ് പോകണ ഇഷ്ടമല്ല, ബാക്കി എല്ലാം ഇഷ്ടമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പേരിലാണ് അയാൾ അധ്യാപകനാവേണ്ടത്. താല്പര്യമില്ലാത്തൊരു തൊഴിലിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഡോക്ടറാവാൻ താല്പര്യമില്ലാത്ത ഒരാൾ ഡോക്ടറാക്കിയതിൻ്റെ കഥ ആ ഡോക്ടർ പറയാറുണ്ട്. ഇത്ര കാലം പ്രാക്ടീസ് ചെയ്തിട്ടും അയാൾക്ക് ഡോക്ടറാവാൻ പറ്റിയിട്ടില്ല. അതങ്ങനെയാണ്. നമുക്കൊരു താല്പര്യം വേണം. താല്പര്യമില്ലെങ്കിൽ നമ്മൾ താല്പര്യമുള്ള തൊഴിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അപ്പോൾ നമ്മളെപ്പോഴും താല്പര്യമുള്ളൊരു തൊഴിൽ തിരഞ്ഞെടുത്ത് അത് താല്പര്യത്തോടു കൂടെ ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ആസ്വാദകരമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യഥാർത്ഥം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് ഫലവത്താവില്ല. അപ്പോൾ ഒരു അധ്യാപകനായാൽ അയാൾ കുട്ടികളെ പഠിപ്പിക്കില്ല. ആ കുട്ടികൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസം അതുമൂലം എന്തു ചെയ്യും, കിട്ടാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുള്ളൂ, ഒരു സെയിൽസ്മാൻ, ധാരാളം കസ്റ്റമേഴ്സ് വന്ന് അവിടെ ഭയങ്കര തിരക്കാവുമ്പോൾ അയാൾ അസ്വസ്ഥനാവുകയാണ്. ഇവരൊക്കെ ഞാൻ പിരിച്ചു വിടണമല്ലോ എന്ന്. അയാൾ സന്തോഷവാനാവുമല്ലേ വേണ്ടത്. തൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക്, താനും കൂടെ ശമ്പളം വാങ്ങുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് ആളുകൾ വരിക എന്ന് പറയുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാവില്ല. രാവിലെ ചെന്ന് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒരാളും വന്നില്ലെങ്കിൽ അയാൾക്ക് ആ വാങ്ങുന്ന ശമ്പളത്തിൽ പോലും അയാൾക്ക് കുറ്റബോധം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ തൊഴിൽ കൂടുതൽ ഊർജ്ജസ്വലമായി ചെയ്യുമ്പോൾ കൂടുതൽ ആസ്വാദകരമായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ കൂടുതൽ നന്നായി നമ്മുടെ തൊഴിൽ ചെയ്യുവാനുള്ള താല്പര്യം നമ്മളുടെ എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്കതിന് ശമ്പളം വാങ്ങാൻ അനുവാദമുള്ളൂ, നമുക്കത് ഹലാലാവുള്ളൂ, നമുക്കത് ശരിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യാം. അപ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു ഭാഗം നമ്മൾ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിത്തീരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് നമുക്ക് തൊഴിലിനോട് താല്പര്യക്കുറവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെക്കുറിച്ചുള്ള പരിചയക്കുറവായിരിക്കും. ഒരു അധ്യാപകനാണെങ്കിൽ അയാൾ പഠിപ്പിക്കുന്ന വിഷയം അയാൾക്ക് അറിയാതിരിക്കുക, അയാൾ ക്ലാസ് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ അയാൾ എന്തൊരു കാര്യമാണ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് സ്കില്ല് അല്ലെങ്കിൽ അറിവില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓരോ കേസ് വരുമ്പോഴും അദ്ദേഹത്തിന് പ്രയാസം. എന്നാൽ ഓരോ ടെക്നിക്കൽ പ്രോബ്ലംസ് പരിഹരിക്കുമ്പോഴും അതൊക്കെ ആസ്വാദകരമായി കാണും. അതൊക്കെ നേരായി കിട്ടുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അത് വീണ്ടും 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 അയാളെ തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിവില്ലായ്മയാണ് കാര്യമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് അടിസ്ഥാനപരമായി ഉണ്ടാക്കുമ്പോൾ ആ തൊഴിൽ നമുക്ക് ആസ്വാദകരമായി മാറും. പിന്നെ ആ തൊഴിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉപാധിയെന്നും അതിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും നിദാനമായ പണം ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്, അതുകൊണ്ട് ഇതിനോടാണ് ഞാൻ ഏറ്റവും പ്രതിബദ്ധത കാണിക്കേണ്ടത് എന്ന ബോധം. നമ്മൾ അധ്വാനിച്ച് നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിന് നമുക്ക് ബർക്കത്തുണ്ടാവും. അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ആ പണത്തിനൊരു ബർക്കത്തുണ്ടാവും. അലസമായും മടിയിലും ഹലാലല്ലാതെ നമ്മൾ അനർഹമായും വാങ്ങുമ്പോൾ നമുക്കതിൽ ആസ്വാദനങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ തൊഴിലിനെ ശരിയായി മനസ്സിലാക്കുകയും അത് ആസ്വാദകരമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് ആസ്വാദകരമായി മാറും.